ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ തേർഡ് ലോ ഓൾറെഡി ഒന്ന് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്തു, അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഈ തേർഡ് ലോനെ ഒന്നും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ രണ്ട് ഒബ്ജക്റ്റ്സ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഫിഗറിൽ രണ്ട് ഒബ്ജക്റ്റ്സ് കൊടുത്തിട്ടുണ്ട്, M1ഉം M2. അതിൽ M1 എന്നുള്ള ഒബ്ജക്റ്റ് M2ൽ ഒരു ആക്ഷൻ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റ് 2 എക്സെപ്റ്റ് എ റിയാക്ഷൻ ഓൺ ഒബ്ജക്റ്റ് 1 അല്ലേ. അപ്പോൾ ആക്ഷൻ്റെ സമയത്തും ഒരു ഫോഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ റിയാക്ഷൻ്റെ സമയത്തും ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ F21 എന്നുള്ള ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഓൺ ഒബ്ജക്റ്റ് 2 ബൈ ഒബ്ജക്റ്റ് 1 അല്ലേ. ഒബ്ജക്റ്റ് 1 ഒബ്ജക്റ്റ് 2ൽ കൊടുക്കുന്ന ഫോഴ്സാണ് F21, അതിനെ ആക്ഷൻ എന്ന് പറയാം. അതേപോലെ F12 എന്താ? ഫോഴ്സ് ഓൺ ഒബ്ജക്റ്റ് 1 ബൈ ഒബ്ജക്റ്റ് 2. ഒബ്ജക്റ്റ് 2 എന്നുള്ളത് ഒബ്ജക്റ്റ് 1ൽ കൊടുക്കുന്ന ഫോഴ്സാണ് എന്ത്? F12 എന്ന് പറയുന്നത്. അതിനെ നമുക്ക് റിയാക്ഷനായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ന്യൂട്ടൺസ് ലോ അല്ലെങ്കിൽ ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ പ്രകാരം എന്താണ്? ഫോർ എവറി റിയാക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ആ എക്സേർട്ടിങ് ആക്ഷനിലുള്ള സമയത്തുള്ള ഫോഴ്സും അതേപോലെ തന്നെ റിയാക്ഷൻ്റെ സമയത്തുള്ള ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ F12 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ മൈനസ് ഓഫ് F21 വരാനുള്ള കാരണം എന്താ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഓഫ് F21 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ F12 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F21 പകരം F21 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F12 എന്നും വേണമെങ്കിൽ എഴുതാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയതിൻ്റെ രണ്ടും തിരിച്ചും എഴുതാമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിലെ നമുക്ക് ഓൾറെഡി അറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം F ഈസ് ഈക്വൽ ടു ma ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? F12 ഈസ് ഈക്വൽ ടു M1A1, അതിന് നമുക്ക് A എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ F21 ഈസ് ഈക്വൽ ടു M2A2 എന്നും എഴുതാം. അതിന് B എന്നും കൊടുക്കാം. അപ്പോൾ ഈ എയും ബിയും ഫസ്റ്റിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? M1A1 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് M2A2. അതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A2 ഡിവൈഡഡ് ബൈ A1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് M1 ഡിവൈഡഡ് ബൈ M2 എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു നെഗറ്റീവ് സൈൻ ഇല്ലാത്ത കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ആക്സിലറേഷൻസിൻ്റെ റേഷ്യോ, രണ്ട് ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻസിൻ്റെ റേഷ്യോ അവയുടെ മാസിൻ്റെ റെസിപ്രോക്കലിൻ്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ കൺസിഡറിങ് മാഗ്നിറ്റ്യൂഡ് ഓൺലി, the ratio of accelerations of two objects which exert action and reaction each other is equal to the reciprocal of the ratio of their masses. Next topic is non-inertial frame and fictitious force. അപ്പോൾ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം എന്താണെന്ന് ഓൾറെഡി കണ്ടു. എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം? ലോ ഓഫ് ഇനേർഷ്യ ഒബേ ചെയ്യുന്ന ഫ്രെയിംസാണ് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്താവും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. എന്താണ്? ലോ ഓഫ് ഇനേർഷ്യ ഒബേ ചെയ്യാത്ത ഫ്രെയിംസാണ് എന്ത്? നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലോ ഓഫ് ഇനേർഷ്യ ഒബേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൽ യൂണിഫോം മോഷനിലായിരിക്കും അല്ലേ. അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ എന്താണ് ഉണ്ടാവുക? യൂണിഫോം മോഷൻ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവിടെ ഒരു എന്തുണ്ടാവും? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് വിച്ച് ഈസ് ആക്സിലറേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ്. എന്താണ്? അവിടെ ഒരു ആക്സിലറേഷനുള്ള ഫ്രെയിംസിനെയാണ് എന്ത് പറയുന്നത്? നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എമ്മിനെ എസ് എന്നുള്ളൊരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ എമ്മിൽ നിന്ന് നോക്കുമ്പോൾ എസ് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. കാരണം എന്താണ്? അതൊരു ഇനേർഷ്യൽ ഫ്രെയിമാണ് അല്ലേ. അപ്പോൾ അതേപോലെ ഈ ഒരു വേറെ നിങ്ങൾക്കറിയേണ്ട ഒരു ടേമാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുകയാണ് അല്ലേ. ആ ബസ് എന്താണ്? ഒരു യൂണിഫോം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് കുറേ മരങ്ങളുണ്ട് എന്ന് വെക്കുക. അപ്പോൾ മരങ്ങൾ എങ്ങടാ? പിന്നിലേക്ക് പോകുന്നതായിട്ടല്ലേ കാണുക അല്ലേ.
അപ്പോൾ നമ്മൾ വേറൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിലറേറ്റർ ഫ്രെയിം. അപ്പോൾ അതിൽ ബസ് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു മരം പിന്നിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് അവിടെ ഒരു ഇമാജിനറി ഫോഴ്സ് അതിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നാം. ആ ഒരു ഇമാജിനറി ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ഫിഗറിൽ നോക്കൂ, എസ് ഡാഷ് ഈസ് അനദർ ഫ്രെയിം മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ A0 അല്ലേ? ആദ്യത്തെ ഫ്രെയിം എന്തായിരുന്നു? ഇനേർഷ്യൽ ഫ്രെയിം ആയിരുന്നു, അവിടെ ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ ആ ഒരു ഫ്രെയിമിന് വേറൊരു ഫ്രെയിമിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഉള്ള ഒരു ഫ്രെയിമിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ എസ് ഡാഷ് ഈസ് അനദർ ഫ്രെയിം മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ A0 വിത്ത് റെസ്പെക്ട് ടു എസ്. സോ ആ ഒരു ഒബ്ജക്റ്റിൽ -mA0 എന്നൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തതായിട്ട് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്? ഇമാജിനറി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് വിത്ത് റെസ്പെക്ട് ടു എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഇസ് നോൺ ആസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, അല്ലെങ്കിൽ അതിനെ സ്യൂഡോ ഫോഴ്സ് എന്നും വിളിക്കാം. അപ്പോൾ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ F0 ഈസ് ഈക്വൽ ടു -mA0 ആയിരിക്കും. അല്ല, A0 എന്താ? ആക്സിലറേഷൻ ഓഫ് നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ് വിത്ത് റെസ്പെക്ട് ടു എൻ ഇനേർഷ്യൽ ഫ്രെയിം. ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിം പറയുമ്പോൾ എപ്പോഴും ഒരു ഇനേർഷ്യൽ ഫ്രെയിമുമായിട്ട് റിലേറ്റ് ആയിട്ടാണ് പറയുക. അതുകൊണ്ടാണ് ആക്സിലറേഷൻ ഓഫ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു എൻ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. m എന്താണ്? മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഇത്രയുമാണ് എന്ത്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. നെക്സ്റ്റ് ഈസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റിംഗ് ഫ്രെയിം. എന്ന് വെച്ചാൽ എന്താ? റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഒരു ഫിഗർ നോക്കുക. ഇവിടെ XYZ ആക്സിസുള്ള S എന്ന ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിമാണ്. അതേപോലെ തന്നെ S', Y', Z' വരുന്ന ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു dt ടൈമിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ dθ ആണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ് വരിക അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമാണ്. അപ്പോൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം വരും. സോ ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു dθ/dt എന്ന് കിട്ടും. സോ S' എന്ന റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയോട് കൂടി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് S' എന്നുള്ള റൊട്ടേറ്റിംഗ് ഫ്രെയിം. ഈ രണ്ട് ഫ്രെയിമിൽ ഇരുന്നുകൊണ്ടും m എന്നുള്ള മാസിനെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ സപ്പോസ് S എന്ന ഫ്രെയിമിലാണെങ്കിൽ എന്താണ്? ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ A ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആക്സിലറേഷൻ 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി F ഈസ് ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും. അപ്പോൾ S' എന്നുള്ള ഫ്രെയിമിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ആക്സിലറേഷൻ ഉള്ളതായിട്ട് കാണാം. ഇവിടെ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ പോലും ഡയറക്ഷൻ വേറെ ആയതുകൊണ്ട് എല്ലാ S' ഫ്രെയിമിലും ആക്സിലറേറ്റർ ഫ്രെയിംസ് ആണെന്ന് പറയാം നമുക്ക്. എന്താ പറഞ്ഞത്? ആ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ പോലും ഡയറക്ഷൻ വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ S' ഫ്രെയിമും ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആക്സിലറേറ്റഡ് ഫ്രെയിം ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാവും? ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ടാവും. എന്താ ഇവിടെ പറയുന്നത്? ആൾ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ആർ നോൺ ഇനേർഷ്യൽ ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വിൽ ബി ചേഞ്ച്ഡ് ആൻഡ് ഹെൻസ് ദേ മസ്റ്റ് ബി ആക്സിലറേറ്റഡ്. Fictitious force on the object, whether it is stationary or in motion, when it is observed with respect to a rotating frame is known as centrifugal force. Its direction will be away from the center of the circular path followed by the object. അപ്പോൾ ഈ ഒരു എസ്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സും അപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ? എന്നാൽ S' നിന്ന് നോക്കുന്ന സമയത്ത് S' ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു S. അതായത് ഒമേഗ ആംഗുലർ വെലോസിറ്റിയിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ആക്സിലറേഷൻ വിൽ ബി A0 ഈസ് ഈക്വൽ ടു -r ω² എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ
നെഗറ്റീവ് സൈൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർക്കുലർ പാത്തിൽ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. പിന്നെ ഈ ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയാലും മൂവിങ് ആയാലും റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ഈ ഒരു ഫിക്റ്റീഷ്യൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു ഒബ്ജക്റ്റിൽ. അപ്പോൾ ആ ഒരു ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇസ് ദ fictitious force experienced on an object, whether it is stationary or in motion. It is observed with respect to a rotating frame. അപ്പോൾ ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കാണാനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് F0 = -ma0 ആണ്. അപ്പോൾ ആ A0ൻ്റെ സ്ഥാനത്ത് നമ്മൾ കുറച്ചുമ്പോൾ പറഞ്ഞു A0നെ -r⍵² എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -m × -r⍵² എന്ന് വരും. ദാറ്റ് ഈസ് +mr⍵² എന്ന് വരും. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇഫ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഓഫ് റൊട്ടേറ്റിംഗ് ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു ആൻ ഇനീഷ്യൽ ഫ്രെയിം ഈസ് A0 is equal to -r⍵². Negative indicates it's directed towards the center. Then centrifugal force on the object with respect to that rotating frame is +mr⍵². അപ്പോൾ അതെങ്ങനെ വന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്ലസ് ഇൻഡിക്കേറ്റ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡയറക്റ്റഡ് എവേ ഫ്രം ദ സെൻറ്റർ. ഇനി ഈ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദി സെൻറ്റർ ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം ദി സെൻറ്റർ ആയിരിക്കും. എപ്പോഴും ഓർത്ത് വയ്ക്കുക, സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദി സെൻറ്റർ ആയിരിക്കുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം ദ സെൻറ്റർ ആയിരിക്കും. ഇനി ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ 1-2 എക്സാമ്പിൾസ് കൂടി നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടകോല് വെച്ച് തൈര് കടഞ്ഞ വെണ്ണ എടുക്കില്ലേ, അപ്പോൾ അത് സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ്. നിങ്ങൾ ചിലപ്പോൾ +2 കെമിസ്ട്രി ലാബിലൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ള പ്രോസസ്സ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്ന പ്രോസസ്സ്. അപ്പോൾ അവിടെ ഈ ഒരു തൈര് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു കടകോല് ഓർ സെൻട്രിഫ്യൂജ് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിന് പുറത്തുള്ളതിനെ ഒരു സ്റ്റേഷനറി ഫ്രെയിമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റേഷനറി ഫ്രെയിം ഓർ ഇനീഷ്യൽ ഫ്രെയിം സെൻട്രിഫ്യൂജ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് റൊട്ടേറ്റിംഗ് ഫ്രെയിം. അപ്പോൾ പുറത്തുള്ളതിനെ ഒരു ഇനീഷ്യൽ ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റേഷനറി ഫ്രെയിമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ, ആ തിരിയുന്നതിനെ, ആ സെൻട്രിഫ്യൂജിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, റൊട്ടേറ്റിംഗ് ഫ്രെയിമായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൻട്രിഫ്യൂജിൽ നിന്ന് നോക്കുന്ന സമയത്ത് കേർഡിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്താണ്, ഈ ഒരു സെൻട്രിഫ്യൂഗിൽ നിന്ന് നോക്കുന്ന സമയത്ത് കേർഡിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഔട്ട്വേർഡ് ഫോഴ്സ് എന്താണ്, ആ ഒരു കേർഡിനെ എന്ത് ചെയ്യും, ആ കേർഡിൽ നിന്നും ബട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻട്രിഫ്യൂജിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്, ആ ഒരു തൈരിൽ നിന്നും വരുന്ന ആ ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് എന്ത് ചെയ്യും, ആ ഒരു ബട്ടറിനെ കേർഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ അടുത്തുള്ള വേറൊരു എക്സാമ്പിളാണ് എന്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വണ്ടി ഇങ്ങനെ ചെളിയിലൂടെ പോകുമ്പോൾ ടയർ കറങ്ങുന്ന സമയത്ത് ചെളിയെല്ലാം പുറത്തേക്ക് തെറിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിനെയാണ് സ്റ്റേഷനറി ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെ സ്റ്റേഷനറി ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കറങ്ങുന്ന വീലിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, കറങ്ങുന്ന വീലിനെ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമായിട്ടും കണക്കാക്കാം. അപ്പോൾ ചെളിയിലെ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ചെളി പുറത്തേക്ക് തെറിക്കുന്നത്. ഇനി ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പോലെ തന്നെയുള്ള മറ്റൊരു ഇമാജിനറി ഫിക്റ്റീഷ്യസ് ഫോഴ്സാണ് കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്.
നിങ്ങൾ ചിലപ്പോൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ സൈക്ലോണൊക്കെ ഉണ്ടാവുന്നതിന് കാരണം കൊറിയോലിസ് ഫോഴ്സാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ഈസ്റ്റേൺ സൈഡിലേക്ക് വീശുന്നു, അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റേൺ സൈഡിലേക്ക് വീശുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു കൊറിയോലിസ് ഫോഴ്സും എന്താണ്, ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സാണ്. സോ ഇറ്റ് ഈസ് ആൾസോ എ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് സീം ടു ബി എക്സ്പീരിയൻസ്ഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് if it is observed with respect to a rotating frame. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണെങ്കിലും മൂവിങ് ആണെങ്കിലും എന്താണ്, ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യും. എന്താ പറഞ്ഞത്, ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണെങ്കിലും മൂവിങ് ആണെങ്കിലും ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യും. ബട്ട് കോറിയോലിസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് മസ്റ്റ് ബി ഇൻ മോഷൻ. അതായത് ഒബ്ജക്റ്റ് മൂവിങ് ആണെങ്കിൽ മാത്രമേ അതിലെന്ത് ചെയ്യുള്ളൂ, ആ ഒരു കോറിയോലിസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറഞ്ഞത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണെങ്കിലും മൂവിങ് ആണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യും. എന്നാൽ കോറിയോലിസ് ഫോഴ്സ് ഒബ്ജക്റ്റ് മൂവിങ് ആണെങ്കിൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റ് മൂവിങ് ആണെങ്കിൽ അതിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടാവും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, കോറിയോലിസ് ഫോഴ്സും ഉണ്ടാവും. എന്നുവെച്ചാൽ മൂവിങ് ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂവിങ് ആണെങ്കിലും സ്റ്റേഷനറി ആണെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. കോറിയോലിസ് ഫോഴ്സ് മൂവിങ് ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ മൂവിങ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിൽ രണ്ട് ഫോഴ്സുകൾ ഉണ്ടാവും. ഏതൊക്കെ ഉണ്ടാവുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ടായിരിക്കും, കോറിയോലിസ് ഫോഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് എന്ത്, ആ ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് വിത്ത് റെസ്പെക്റ്റ് ടു റൊട്ടേറ്റിംഗ് ഫ്രെയിമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.